സഹോദരങ്ങളെ, ഒച്ചപ്പാടുകൾ ഉണ്ടാകാം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് കേൾക്കുന്നത് ഒരിക്കൽ ചിലപ്പോഴെങ്കിലും അരോചകമുണ്ടാകാം. നിങ്ങൾക്ക് ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ, എന്തിനാണ് ഒച്ചയുണ്ടാക്കുന്നത്? കയ്യിൽ പ്രമാണമുണ്ടെങ്കിൽ, കയ്യിൽ വാചകങ്ങളുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും അത്ബാഉ താബിഈങ്ങളുടെയും അയിമ്മത്തുൽ ഉലമാക്കളുടെയും 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരൊറ്റ പണ്ഡിതന്റെയെങ്കിലും പിൻബലമുണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ അത് കൊണ്ടുവരാനും അത് നിരത്തിവെക്കാനും വായിക്കാനുമുള്ള അവസരമുണ്ടായിരിക്കെ ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒരുപക്ഷെ പ്രമാണങ്ങളായി അവതരിപ്പിക്കപ്പെടേണ്ട ദുർബലത പലർക്കും ഉണ്ടാകും. അത് ഇന്നലകളിൽ പ്രവാചകന്റെ സ്വഹാബത്തും താബിഈങ്ങളും നേരിട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും മഹാനായ മാലിക്കി മദ്ഹബിലെ തന്റെ പണ്ഡിതനായ ഇബ്നുൽ ഹാജ് അൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 737 ഈ പറയുന്ന വാചകങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർ കേട്ടാൽ ഒച്ചയും ബഹളവും ഉണ്ടാക്കി ഇത് തടഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നതെന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ ഒച്ചക്കും ബഹളത്തിനുമിടയിൽ കേട്ടാൽ സത്യമോർ മനസ്സിലാക്കുമെന്ന കൃത്യമായ തിരിച്ചറിവിൽ തന്നെ ഒച്ചയും ബഹളവും ആവശ്യമാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ومن جملة ما أحدثوه من البدع مع اعتقادهم أن ذلك من أكبر العبادات وأظهر الشعائر. തീർച്ചയായിട്ടും പല ആളുകളും അവർ ഇസ്ലാമിന്റെ വലിയ ചിഹ്നവും വലിയ ഇബാദത്താണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ദീനിൽ പുതുതാക്കി ഉണ്ടാക്കിയ കാര്യങ്ങളിൽപ്പെട്ടതാണ് മാ യഫ്അലൂനഹു ഫീ ശഹ്രി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ 12-ന് റബീഉൽ അവ്വൽ മാസത്തിൽ അവർ കൊണ്ടാടുന്ന മിനൽ മൗലിദ്, മൗലിദാഘോഷം. വഖദ് ഇഹ്തവാ അലാ ബിദ്അഇൻ വമുഹറമാത്ത്, ഒരുപാട് ബിദ്അത്തുകളും മുഹറമാത്തുകളും ഹറാമായ കർമ്മങ്ങളും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് എന്ന് ഇബ്നുൽ ഹാജ് അൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി, മാലിക്കി മദ്ഹബിലെ പണ്ഡിതൻ, അദ്ദേഹം വിശദീകരിക്കുകയാണ്. മാത്രമല്ല അബൂ സർഅ, ഇറാഖിൽ ജീവിച്ച് മരണപ്പെട്ട ശാഫിഈ പണ്ഡിതനായ അബൂ സർഅ ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 826 മരണപ്പെട്ട അദ്ദേഹം വിശദീകരിക്കുന്നു, ലാ നഅലം ദാലിക്, ഒരിക്കലും അൽ മൗലിദ്, ഒരിക്കലും ഈ മൗലിദിനെ സംബന്ധിച്ച്, ജന്മദിനത്തെ സംബന്ധിച്ച് നമ്മൾക്കറിയുകയില്ല. വലൗ ബിഇത്ആമി തുആമിൻ അലി സലഫ്, സ്വഹാബത്തിൽ നിന്നോ താബിഈങ്ങളിൽ നിന്നോ അത്ബാഉ താബിഈകളോ ഒരു വറ്റ് പോലും, ഒരു ചോറിന്റെ ഒരു വറ്റ് പോലും അതിന്റെ ഭാഗമായിക്കൊണ്ട് മറ്റുള്ളവർക്ക് വിതരണം നൽകിയതായിക്കൊണ്ട് എനിക്കൊരിക്കലും മനസ്സിലായിട്ടില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനായ അബൂ സർഅ ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുകയാണ്. സ്വഹാബത്തിന് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, അത്ബാഉ താബിഈകൾക്ക് പരിചയമില്ല, അയിമ്മത്തിന്റെ ഉലമാക്കൾക്ക് പരിചയമില്ല, മദ്ഹബിന്റെ ഉലമാക്കൾക്ക് പരിചയമില്ല, മുഹദ്ദിസീങ്ങൾക്ക് പരിചയമില്ല. പിന്നെ ആർക്കാണ് പ്രിയപ്പെട്ടവരെ ഇത് പരിചയമുള്ളതും? ആരാണിത് കൊണ്ടുവന്നതും? ഈ ഒരു കർമ്മത്തെ ദീനിന്റെ പേരിലേക്ക് കൊണ്ടുവന്നതും ശിആക്കളിൽപ്പെട്ട ഉബൈദിയ്യാക്കൾ എന്ന് പറയുന്ന ഫാത്തിമിയ ഭരണകൂടം, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ചേർത്ത് വെച്ച് തങ്ങളുടെ ഭരണകൂടത്തിന് പ്രസിദ്ധിയും പ്രൗഢിയും പെരുമയും കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ, ചേർത്ത് വെച്ച് പറഞ്ഞ ഉബൈദിയ്യാക്കളെന്ന തനിശിആയിസം കൊണ്ടുവന്ന റാഫിദിയ്യാക്കളായ ഉബൈദിയ്യാക്കളാണ് യഥാർത്ഥത്തിൽ ഹിജ്റ 367 മുതൽ 567 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ച അൽ മുഈസുൽ ദീനിലെ പോലെ ഉള്ള ഭരണാധികാരികളാണ് യഥാർത്ഥത്തിൽ ഇത്തരം കർമ്മങ്ങൾ കൊണ്ടുവന്നത് എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്.